അല്ല കേരള സംസ്കാരം. നമസ്കാരം. നമ്മൾ എന്താ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടല പാളയം തൊടാൻ പഴം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നമ്മളിങ്ങനെ ഒരു മിക്സ് ബോർഡ് വാങ്ങി ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മിക്സ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ SLKയും വലിക്കും. അപ്പോൾ പോയപ്പോഴത്തേനും ഒരു പടല പഴം വാങ്ങാൻ വേണ്ടി ഒരു ഫോറിനർ വന്നു, അതായത് ഒരു വിദേശി. അപ്പോൾ കടയിൽ പുതിയ പയ്യനാണ്, പുതിയ സ്റ്റാഫാണ്. അവനിപ്പോൾ ഒരു 5-6 ദിവസം ആയേ ഉള്ളൂ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു പടല പഴം, ഈ ഒരു പടല പഴം എടുത്ത് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ പടലയാണ് അവൻ കാണിച്ചത്. ഈ താഴെ ഒരു പടല ഫുള്ളായിട്ട് നിൽക്കുമ്പം രണ്ടാമത്തെ പടല അറുത്ത് നമുക്ക് ശീലമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ആ ഫോറിനടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, താഴത്തെ പടല മതിയാന്ന് ചോദിച്ചു. ആ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിങ്ങനെ കട്ട് ചെയ്ത് അതിങ്ങെടുത്ത് അത് ഇളവി കയ്യിൽ നിന്നപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ നോക്കി. അപ്പോഴത്തേനും അവരുടെ മുഖത്ത് ഇങ്ങനെ ബൾബ് എത്തിയല്ലേ നിൽക്കുന്നത്. ഇത് പറഞ്ഞ് ഐ ദിസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് പയ്യ അതുകൊണ്ട് ഇതിനെ കാശ് വെച്ച് കൊടുത്ത് പയ്യ അതിനെ തൂക്കി കൊടുത്ത് കാശൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇങ്ങനെ ഒരുപാടുള്ള പാളയം തോളം പഴമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റ് ആയിരിക്കുന്ന ഒരാളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ മുഖത്ത് ആ ഒരു പ്രസന്നത ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവർ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവം, നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, മനസ്സിലായില്ലേ? അത് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല ചെറിയ കാര്യങ്ങളിലും ഉണ്ടാവും കൂട്ടുകാരുടെ. അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം, എൻ്റെ ഇവിടെ സംസാരിക്കുന്ന സൗണ്ട് ക്ലിയർ ആവുന്നില്ലെന്നുണ്ടെങ്കിൽ സൗണ്ട് ക്ലിയർ അല്ല എന്ന് കമൻറ്റ് ചെയ്യൂ. വണക്കം.